ഒരാൾ ഒരു ചെറിയ മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പ്, ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് ജീവിച്ചു പോവുകയാണ്. പെട്ടെന്ന് ആൾ വന്നിട്ട് ഉപദേശിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ, ജീവിതം കുറച്ചുകൂടെ കളറാക്കണ്ടേ. പൈസ ഇരട്ടിപ്പിക്കുന്ന കമ്പനിയിൽ ക്ഷമിക്കാനാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അതിന് മൊബൈൽ കടക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നാൽ, എൻ്റെ കയ്യിൽ അതിന് പൈസ ഇല്ലല്ലോ. എന്നാൽ അദ്ദേഹം വീണ്ടും ഉപദേശിച്ചു, ഇപ്പോൾ നീ ലോൺ എടുത്ത് ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. ആദ്യത്തെ 2 വർഷം നല്ല രീതിയിൽ പലിശ ലഭിക്കുന്നു, ലോൺ കൃത്യമായി അടയ്ക്കാൻ കഴിയുന്നു, ജീവിതം ഒരുപാട് മാറുന്നു. പുതിയ കാർ വാങ്ങുന്നു, കാറിന് ഓടിക്കാൻ ഡ്രൈവറെ വെക്കുന്നു, അതേപോലെ നല്ല കോട്ടും സൂട്ടൊക്കെ വാങ്ങിക്കുന്നു, വലിയ വലിയ ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുന്നു. ഓരോ ദിവസവും പുതിയ കോട്ടും സൂട്ടും ഇട്ട് അദ്ദേഹം സ്റ്റാറ്റസ് ഇടുന്നു. ഒടുവിൽ അദ്ദേഹം തൻ്റെ മൊബൈൽ ഷോപ്പ് അനിയനെ ഏൽപ്പിച്ച് ഈ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. എന്നാൽ പെട്ടെന്നെല്ലാം മാറി മറിയുന്നു. ഈ കമ്പനി പൂട്ടുന്നു, ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെടുന്നു, തൻ്റെ കാറ് വിൽക്കേണ്ടി വരുന്നു, കൃത്യമായി ലോൺ അടയ്ക്കാത്തതിനാൽ ജപ്തി നോട്ടീസ് വീട്ടിലേക്ക് വരുന്നു. ഒടുവിൽ വീട് വിറ്റിട്ട് തൻ്റെ ഭാര്യ വീട്ടിൽ അഭയം തേടേണ്ടി വരുന്നു. പൈസ ലോൺ എടുത്ത് നിക്ഷേപിക്കണമെന്ന് അദ്ദേഹത്തിന് ഉപദേശിക്കാറുണ്ടായിരുന്നു. എന്നാൽ പൈസ ഉള്ള കാലത്ത് അതെവിടെയെങ്കിലും നിക്ഷേപിക്കണമെന്നും അതുപോലെ തന്നെ ആപത്ത് കാലത്ത് അത് ഉപകാരപ്പെടുത്താൻ കഴിയണമെന്നും അദ്ദേഹത്തെ ഉപദേശിക്കാൻ ആരുമില്ലതായിപ്പോയി. അതെ, ജീവിതത്തിൽ നമുക്കും വേണം ഒരു ബാക്കപ്പ് പ്ലാൻ. ഇത് കൊറോണ നമ്മൾ പഠിപ്പിച്ചു, പക്ഷേ എന്നിട്ടും നമ്മളത് പഠിക്കുന്നില്ല. പലരും പറയാറുള്ളത്, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, പിന്നെ ഞാനിതിനെ പഠിക്കണമെന്ന്. എന്നാൽ പലപ്പോഴും ആപത്ത് കാലത്ത് ഇതൊന്നും ഉപകാരപ്പെടാറില്ല. ബാക്കപ്പിന് വേണ്ടി നമുക്ക് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തത് ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കുക എന്നതാണ്. ഇതിനു വേണ്ടി ചെറിയൊരു ബിസിനസ്സോ കൃഷിയോ ഫ്രീലാൻസിങ്ങോ അങ്ങനെ എന്തും ആവാം. രണ്ടാമത്തത് നല്ലൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നതാണ്. മൂന്നാമത്തത് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണ്. അതേപോലെ തന്നെ 4മത്തത് ലൈഫ് ഇൻഷുറൻസും ആവശ്യമാണ്. 5മത്തത് ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. ഇതിനു വേണ്ടി നമുക്ക് എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാനും ശ്രമിക്കാം.